ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഗോബി മഞ്ചൂരിയൻ ആണ്. അപ്പോൾ ഇതിന് മുമ്പ് തന്നെ നമ്മൾ കോളിഫ്ലവർ കൊണ്ട് ചില്ലി ഗോബി തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയിട്ട് വെച്ചെങ്കിൽ ഞാൻ അതിനകത്ത് ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കോളിഫ്ലവർ നന്നാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ അതിൻ്റെ വലിയ കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഒരുപാട് വലിയ കഷ്ണമാക്കണ്ട, ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിടാം. ഒരുപാട് വലിയ കഷ്ണമായി അതിനകത്ത് മസാലയൊന്നും നമുക്ക് കറക്റ്റായിട്ട് പിടിക്കില്ല. അപ്പോൾ അത് കാരണം ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റാം. നമുക്ക് ഓരോ ഫ്ലവറാക്കി തീരെ ഒരുപാട് ചെറുതാക്കണ്ട, ഇതേപോലെ ഫ്ലവറാക്കി മാറ്റാം. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് കുറച്ച് വെള്ളം അടുപ്പത്ത് വെക്കാൻ തിളപ്പിക്കാനായിട്ട്. നന്നാക്കി കഴിയുമ്പോഴേക്കും വെള്ളം തിളയുമ്പോൾ നമ്മുടെ ടൈം നമുക്കധികം പോവില്ല. അപ്പോൾ അത് കാരണം ഇപ്പം ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പാത്രത്തിനകത്ത് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് പെട്ടെന്ന് ഉപ്പ് പിടിക്കാനൊക്കെ എളുപ്പമായിരിക്കും കേട്ടോ. ഇനി നമുക്കിത് നന്നാക്കിയത് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു 4 മിനിറ്റ് നേരം മതിയാവും. 4 മിനിറ്റ് നേരം ആകുമ്പോഴേക്കും ഇതൊന്ന് ഊറ്റിയെടുക്കാം. നമ്മൾ ഡീപ് ഫ്രൈ ചെയ്യുമ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിൽ വേവായിക അങ്ങനത്തെ ഉള്ള ഒരു പ്രശ്നമൊന്നും ഇപ്പോൾ വരില്ല. നമ്മൾ ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഒന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് വരും ഒരു 4 മിനിറ്റ് കഴിയുമ്പോൾ. അപ്പം നമ്മുടേത് ഒരു 4 മിനിറ്റ് നേരമൊക്കെ ആയിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതൊന്ന് ഊറ്റിയെടുക്കാം കേട്ടോ. നമുക്കിതൊരു സ്റ്റെയിനറിലോട്ട് ഒഴിച്ച് ഊറ്റിയെടുക്കാം. അപ്പം അതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ പുഴുവൊക്കെ പോയിട്ടുണ്ടാവും. ഇനി നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കഴുകിയെടുക്കുക കേട്ടോ. കഴുകിയിട്ട് ഒരു സ്റ്റെയിനറിൽ വെച്ചിട്ട് വെള്ളമൊക്കെ പോകാൻ വേണ്ടി വെക്കുക. ഇനി നമുക്ക് ഈ ടൈം ഇതിലേക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി എടുക്കാം. ഇപ്പോൾ ഇഞ്ചി അത്യാവശ്യം ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടിട്ടുണ്ട്. ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് 2 ടൈമിൽ ഇത് ചേർക്കണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഓൾറെഡി നമ്മൾ മസാല ഒന്ന് ഇത് മാരിനേറ്റ് ചെയ്യാൻ വെക്കുമ്പോഴും പിന്നെ നമുക്ക് അതിൻ്റെ ഗ്രേവി തയ്യാറാക്കുമ്പോഴും. അപ്പോൾ ഞാനിത് മൊത്തത്തിൽ നമുക്ക് ഇങ്ങനെ പേസ്റ്റാക്കി വെക്കാം. ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് പേസ്റ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ഈ ഗോബി മഞ്ചൂരിയൻ തയ്യാറാക്കുമ്പോൾ സോസുകൾ ചേർത്തിട്ടാണ് തയ്യാറാക്കുന്നത്. സോയ സോസ് എന്തായാലും ഞാൻ ചേർക്കുന്നില്ല. ടൊമാറ്റോ സോസും ചില്ലി സോസും ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതിന് പകരം നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്തെടുത്താലും മതി. സോസ് ഇല്ല വെച്ചെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് നമുക്ക് നല്ല പേസ്റ്റായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ആ ജിഞ്ചർ ഗാർലിക് അതുപോലെ ചില്ലി പേസ്റ്റ് മാറ്റി വെച്ചു. ഇനി ഇതിലേക്ക് തന്നെ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഞാനിവിടെ ടൊമാറ്റോ കെച്ചപ്പ് നമ്മൾ എടുക്കുന്നില്ല. അപ്പോൾ തക്കാളി സോസിന് പകരം ഞാൻ ഒരു തക്കാളി ഇത്തിരി ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ തൊലി ഇതുപോലെ കളഞ്ഞതിന് ശേഷം നമ്മൾ ഇതിനകത്ത് നന്നായി അടിച്ചെടുക്കുക. അപ്പോൾ കെച്ചപ്പ് ചേർക്കുമ്പോൾ അതിന് ഒരു ചെറിയ മധുരം ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറികൾക്ക് മധുരം അധികം താല്പര്യം. അതുകൊണ്ട് തന്നെ ചൈനീസ് ഡിഷുകളൊന്നും തന്നെ അധികം താല്പര്യം ഉണ്ടായിരിക്കില്ല മധുരം ചേർക്കുന്നത് വേണ്ടി. അപ്പോൾ നിങ്ങൾക്ക് മധുരം താല്പര്യം ഉണ്ട്, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ആ ഒരു ടേസ്റ്റിൽ കഴിക്കണം എന്നുണ്ട് വെച്ചെങ്കിൽ നിങ്ങൾ ഇതുണ്ടല്ലോ ഒന്നെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കുക. അല്ലാന്നുണ്ട് വെച്ചെങ്കിൽ ഇതുപോലെ പേസ്റ്റ് ആക്കിയതിന് ശേഷം കുറച്ച് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്താൽ മതി. കെച്ചപ്പിന് ഒരു ചെറിയ മധുരം ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര അതുപോലെ 1 ടീസ്പൂൺ വിനാഗിരിയും ചേർക്കുക. അപ്പോൾ നമുക്ക് അതേ ഒരു ടേസ്റ്റിലൊക്കെ കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ പഞ്ചസാര ചേർക്കുന്നില്ല. നമുക്കിത് നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്കിതിൽ കോട്ട് ചെയ്യാനുള്ള ഇത് തയ്യാറാക്കാം, പേസ്റ്റ് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ മൈദ വേണ്ടി വരും. അപ്പോൾ ഇത് 2 ടേബിൾ സ്പൂൺ ആണ് കേട്ടോ. അപ്പോൾ 4 ടേബിൾ സ്പൂൺ ആയി. 4 ടേബിൾ സ്പൂൺ മൈദയും ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ഇത്രയും കൂടി ചേർത്തിട്ട് നല്ല പേസ്റ്റാക്കി. ഇപ്പോൾ ഇത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ നമ്മൾ ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സോയാ സോസ് നമ്മൾ ചേർക്കുന്നുണ്ട്, അതിനകത്ത് അത്യാവശ്യത്തിന് ഉപ്പുണ്ട്. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക. കുറച്ച് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കുരുമുളക് പൊടി ഇതേപോലത്തെ ഒരു ടീസ്പൂൺ കൊണ്ട് 2 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ ടീസ്പൂണാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ അരച്ച് വെച്ചത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം വലിപ്പമുള്ള സ്പൂണാണെങ്കിൽ 1 ടീസ്പൂൺ ചേർത്താൽ മതിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യം കാശ്മീരി മുളക് പൊടിയാണ്. അപ്പോൾ ഞാൻ എടുക്കട്ടെ കേട്ടോ. അപ്പോൾ കാശ്മീരി മുളക് പൊടിയും ഞാനൊരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് അധികം എരിവുണ്ടാവില്ല. എരിവിന് നമ്മൾ കുരുമുളക് പൊടി തന്നെയാണ് ഇതിനകത്ത് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നമുക്ക് അല്പം വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ വേവിക്കല്ല, ജസ്റ്റ് ഒന്ന് ഇതാക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം കേട്ടോ. കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം.
ഇപ്പം നമ്മൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷെ ഇതിനകത്തുണ്ടല്ലോ കോൺഫ്ലവർ ഒന്നും ശരിക്കും ഉള്ളിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരിക്കില്ല. ഇപ്പം നമുക്ക് ഒരു ടീസ്പൂൺ കോൺഫ്ലവർ ഇതിങ്ങനെ പൊടിയാക്കി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോഴേ ഉള്ളിലേക്ക് ആ കോൺഫ്ലവറിൻ്റെ ആ കോട്ടിംഗ് ഒക്കെ നന്നായിട്ട് പിടിക്കുള്ളൂ. അപ്പോൾ അത് കാരണം കുറച്ച് കോൺഫ്ലവർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇതിലേക്ക് ബാക്കിയുള്ള ഐറ്റംസ് തയ്യാറാക്കുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, ആ ടൈം നമുക്കിതൊന്ന് ഫ്രിഡ്ജിനകത്ത് വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുത്തോണ്ട് കുഴപ്പമൊന്നുമില്ല. എന്തായാലും എനിക്ക് എന്തായാലും ഇതിനകത്തുള്ള ബാക്കിയുള്ള ഐറ്റംസ് ചെയ്യണം. അപ്പോൾ ആ ഒരു ടൈം ഇത് ഫ്രിഡ്ജിനകത്ത് ഇരുന്നോട്ടെ. അപ്പോൾ നന്നായിട്ടൊന്ന് പിടിച്ചൊക്കെ വരാൻ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ നമ്മൾ ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചിട്ട് കുറച്ച് നേരം അതിൻ്റെ അരമണിക്കൂർ ആയിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇവിടെ നമുക്ക് ഇത് വറുത്തെടുക്കാനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ റൈസ് ബ്രാൻഡ് ഓയിലാണ് ഒഴിച്ച് വെക്കുന്നത് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയിൽ നമ്മൾ തയ്യാറാക്കേണ്ട സൺഫ്ലവർ ഓയിൽ, ഏത് ഇനി വെജിറ്റബിൾ ഓയിലായാലും കുഴപ്പമില്ല. വെളിച്ചെണ്ണ വേണ്ടാന്നാണ് എനിക്ക് തോന്നണം. ഇങ്ങനത്തെ ഇതിൽ വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് അത്ര നന്നായിരിക്കില്ല. ഇനി നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കോളിഫ്ലവർ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ ബാക്കിയുള്ളതും കൂടി വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ വറുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഇട്ട വശം നമ്മൾ ഇളക്കാൻ പാടില്ല. അപ്പോൾ അതിലെ കോട്ടിംഗ് ഒക്കെ ഇളകിപ്പോരും. അപ്പോൾ ഇട്ടിട്ട് ഒരു ഇത്തിരി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഇളക്കിയെടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഇതുപോലെ ബാക്കിയുള്ളതും കൂടി നമുക്ക് വറുത്തെടുക്കാം. അപ്പം നമുക്കിനി ഇതിലേക്കുള്ള മസാലയ്ക്കുള്ള ഇത് നോക്കാം. അപ്പം ഞാൻ ഒരു സവാള ഇങ്ങനെ നമ്മൾ നല്ല ക്യൂബ്സ് ആയിട്ട് മുറിച്ചെടുക്കുക. ഒരുപാട് വലുതല്ലാട്ടോ, നമ്മൾ സാധാരണ വീട്ടിൽ തയ്യാറാക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല അത്യാവശ്യം വലുപ്പത്തിൽ ഇങ്ങനെ ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചാൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ്. അപ്പം നിങ്ങൾ അതിന് പകരം നിങ്ങൾക്ക് ചില്ലി പേസ്റ്റ് ഉണ്ട് വെച്ചെങ്കിൽ ചില്ലി സോസ് ഉണ്ടെങ്കിൽ അത് ഒഴിച്ചാലും മതി. നമ്മൾ ഇങ്ങനെ പേസ്റ്റ് ആക്കി എടുത്തു മാത്രം. പിന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ സാധാ പച്ചമുളക് തന്നെ, ഒരെണ്ണം പഴുത്തതാണ്. ഇപ്പോൾ കളർഫുള്ളായിട്ട് ഇരുന്നോട്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരെണ്ണം റെഡ് കളറിൽ ഇത് എടുത്തട്ടാ. പിന്നെ നമുക്ക് സ്പ്രിംഗ് ഒനിയൻ കുറച്ചെടുക്കാം. അപ്പോൾ ഇത്രയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ മറ്റേ ക്യാപ്സിക്കം ഉണ്ട് വെച്ചെങ്കിൽ ഒരു ക്യാപ്സിക്കം എടുത്തോളൂ, അത് നല്ലതാണ്. അപ്പോൾ ഇതിനൊക്കെ കുറച്ച് കൂടുതൽ നന്നായിരിക്കും ക്യാപ്സിക്കം ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ ഡിഷിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ അത് തന്നെയാണ്. നമ്മളൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ കോൺഫ്ലവർ വറുത്ത ഓയിൽ ഉണ്ട് വെച്ചെങ്കിൽ അത് തന്നെ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അപ്പം നമ്മൾ നേരത്തെ വറുത്ത ഓയിലിൽ നിന്ന് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ചൂടിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് ഇതിലേക്ക് ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. നമ്മൾ സവാള ചേർത്ത് കൊടുക്കാം. അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഇതൊക്കെ ഒന്നായി വരുമ്പോൾ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പം നമുക്ക് പച്ചമുളകും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അതുപോലെ നമ്മുടെ സ്പ്രിംഗ് ഒനിയൻ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായി ഒന്ന്, ഒരുപാട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഒരുപാട് മൂത്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായി ഒന്ന് വാടി വന്നാൽ മതിയാവും. പിന്നെ ഉപ്പ് നമ്മളിപ്പോൾ ചേർക്കുന്നില്ല കേട്ടോ, കാരണം നമ്മൾ സോയാ സോസ് ചേർക്കുന്നുണ്ട്. അതിനകത്ത് അത്യാവശ്യത്തിന് ഉപ്പുണ്ട്. അപ്പോൾ അത് നമ്മൾ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഓൾറെഡി നമ്മൾ വറുക്കുമ്പോൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിരുന്നു. നമ്മുടെ മസാല മറ്റേ കോട്ട് ചെയ്ത ഇതിലും അതുപോലെ തന്നെ ഉപ്പ് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ടാണ് നമ്മൾ എടുത്തത്. അപ്പോൾ അത്യാവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഉപ്പ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. നന്നായി ഒന്ന് നല്ല സോഫ്റ്റായിട്ട് വരണ വരെ ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ സവാളയും പച്ചമുളകിൻ്റെ ഒക്കെ ആ ഒരു പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന തക്കാളി ഉണ്ടല്ലോ, തക്കാളി നമ്മൾ തൊലി പൊളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് നേരത്തെ ഒരെണ്ണം മാത്രമായിപ്പോയി കുറച്ച് കുറവാന്ന് തോന്നി. അപ്പം ഞാൻ ഒരു ചെറുതും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 2 കൂടി മിക്സ് ചെയ്തെടുത്തതാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതിയാവും. ഇനി ഇത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് വിനാഗിരി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വിനാഗിരി ഒഴിച്ചാൽ ഇനി താല്പര്യമുള്ളവർക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ വിനാഗർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വറുത്ത് വെച്ച കോൺഫ്ലവർ അത്യാവശ്യത്തിന് ഉണ്ടായിരുന്നു. പക്ഷെ വറുത്ത് വെച്ചപ്പം ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് കോളിഫ്ലവർ, എപ്പോഴും കോൺഫ്ലവർ എന്നാ പറയാം, കോളിഫ്ലവർ കുട്ടികളൊക്കെ കുറച്ചൊക്കെ അത്യാവശ്യത്തിന് എടുത്ത് കഴിച്ചു പോയി. അപ്പോൾ നമുക്ക് ഒരുപാടൊന്നും ഇല്ല ഇതിലേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് 1/2 ടീസ്പൂൺ മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഒരുപാട് പുളി അങ്ങനെയായി വരണ്ട. അത്യാവശ്യം നമ്മുടെ തക്കാളിയുടെ ആ ഒരു പുളിപ്പും ഇതൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. പഞ്ചസാര എന്തായാലും ഞാൻ ചേർക്കുന്നില്ല കേട്ടോ, ഇവിടെ പറ്റിയില്ല, അത് കാരണമാണ്.
അപ്പോൾ നമ്മുടെ കയ്യിൽ അത്യാവശ്യം എരിവുണ്ടായിരിക്കും കേട്ടോ. ഞാൻ പച്ചമുളകൊക്കെ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചില്ലി സോസിൽ നമ്മൾ പച്ചമുളക് അരച്ചെടുത്തതിലും നല്ല എരിവുള്ള മുളക് തന്നെയാണ്. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കറിക്ക് അത്യാവശ്യം ഒരു എരിവുണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഉണ്ടാവാൻ വഴിയുണ്ട്. കാരണം വറുത്തെടുത്തതിലൊക്കെ ആ കുരുമുളകിൻ്റെ ഫ്ലേവർ നന്നായിട്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ചെറിയ എരിവൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം എരിവുണ്ടായിരിക്കും. ഇനി നമുക്ക് ഒന്ന് നല്ല ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം. സോയാ സോസ് ഒരു സാധാ നമ്മൾ 1 ടീസ്പൂൺ കൊണ്ടാണ് വെച്ചെങ്കിൽ 3 ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിൽ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഇതാണ്. അതിനകത്ത് 1 ടീസ്പൂൺ ഇതേപോലെ ഒരു തവി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സാധാ ടീസ്പൂൺ വെച്ചെങ്കിൽ 3 ടീസ്പൂൺ. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് തീ ഒന്ന് കൂട്ടി കൊടുക്കാം. ഒഴിക്കുന്ന നേരത്ത് ഒന്ന് കുറച്ച് കൊടുക്കുക. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് കഴിഞ്ഞ് വരുമ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് 1 കപ്പ് വെള്ളം എടുക്കുക. 1 കപ്പ് വെള്ളത്തിൽ 2 ടീസ്പൂൺ കോൺഫ്ലവർ കലക്കുക. ഈ കോൺഫ്ലവർ ഇടയ്ക്കേ വരിക, കാരണം കോളിഫ്ലവറിന് വരെ ഞാൻ കോൺഫ്ലവർ എന്ന് പറയുന്നത് കേട്ടോ. കോൺഫ്ലവർ ഇല്ലേ, നമ്മുടെ ചോളത്തിൻ്റെ പൊടി, വലിയ കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. അത് ചേർത്തിട്ട് 1 കപ്പ് വെള്ളത്തിൽ 2 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്തിട്ട് ഇളക്കുക. എന്നിട്ട് അത് നമുക്ക് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. കാരണം അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രേവിക്ക് ഒരു നല്ല തിക്നെസ്സൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ സോയാ സോസൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കോൺഫ്ലവർ ചേർത്തത് കേട്ടോ. 1 കപ്പ് വെള്ളത്തിൽ കോൺഫ്ലവർ ചേർത്തത് നമുക്ക് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് വെള്ളമുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ഒരു തിക്ക് ഗ്രേവി പരിവായിട്ട് വരട്ടെ കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഗ്രേവി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ലൈറ്റ് കാരണം കേട്ടോ, നമ്മൾ അത്യാവശ്യം നമ്മൾ മറ്റേ ചില്ലി പൗഡർ, കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത കാരണം അത്യാവശ്യം നല്ല കളറുണ്ട് നമ്മുടെ വറുത്തെടുത്ത കോളിഫ്ലവറിന്. പക്ഷേ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ക്യാപ്സിക്കം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്തോളൂ. പിന്നെ അതുപോലെ അവസാനം നമുക്ക് കുറച്ച് മല്ലിയില ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഓക്കെ. ഇനി നമ്മൾ ഇതിനകത്ത് ഉപ്പൊക്കെ കുറവുണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗോബി മഞ്ചൂരിയൻ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് വെച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത റെസിപ്പിയുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.